ഇപ്പോൾ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ദേവസ്വം ഡെപ്യൂട്ടി മുൻ കമ്മീഷണർ CR രാധാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ CR രാധാകൃഷ്ണൻ, ഈ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം. മറ്റ് ദേവസ്വം ബോർഡുകളിൽ നിന്നും വിഭിന്നമായി ഒട്ടേറെ സവിശേഷമായ അധികാരങ്ങളുള്ള ഒന്നാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇവിടെ നടന്ന എല്ലാ തട്ടിപ്പുകളിലേക്കും അന്വേഷണം നടക്കേണ്ടതല്ലേ? ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാർ സ്പോൺസേഡാണ്, സർക്കാർ നോമിനികളാണ് അവിടെ എത്തുന്നത്. അപ്പോൾ വളരെ കൃത്യമായി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തേണ്ടതല്ലേ? ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്ന സംഭവം ഇതാദ്യമല്ല. മുൻപ് ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഒരു പ്രസിഡന്റിന് ഒരു കോടതി 2 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാനത് പറഞ്ഞു വരുന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക നിയമത്തെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാനാണ്. നമ്മുടെ കേരളത്തിൽ 10-40ഓളം ബോർഡ് കോർപ്പറേഷനുകളുണ്ട്. അതിൽ നിന്നും മൗലികമായ വ്യത്യാസമുള്ള ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ. മലബാർ വേറെ, മലബാറിൽ ഇത്രയും കർശനമായ നിയമങ്ങളില്ല. ഇവിടെ നിയമിക്കപ്പെടുന്നവർക്ക് നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമില്ലാത്ത നിയമങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അധികാര ദുർവിനിയോഗം ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ആ അമിത അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ടാകണം പലപ്പോഴും ഈ സ്ഥാപനത്തിൽ നിയമരഹിതമായ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ വത്സൻ തില്ലങ്കേരി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, പല ഉദ്യോഗസ്ഥന്മാരും പല കാലഘട്ടങ്ങളിലും ബലിയാടുകളായിട്ടുണ്ട്. സാധുക്കളായ അവർ ജീവിതത്തിന് വേണ്ടി വരുമ്പോൾ അനവസരത്തിലുള്ള സ്ഥലം മാറ്റം. ഒറ്റ ഉദാഹരണം ഈ അടുത്ത കാലത്ത് വന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ പമ്പാ സംഗമം നടന്നു. അപ്പോൾ അവിടെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ചു ദേവസ്വം ഫണ്ട് എടുക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ആവർത്തിച്ചു പറഞ്ഞു ദേവസ്വം ഫണ്ട് എടുക്കില്ല. അങ്ങനെ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. കോടതിയിൽ നിന്നും കഴിഞ്ഞ മാസം 11-ാം തീയതി ഒരു വിധി ഉണ്ടായി. ഇവർ കൊടുത്ത സത്യവാങ്മൂലം സ്വീകരിച്ചുകൊണ്ട് അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇത് നടത്തിക്കൊള്ളാൻ, സംഗമം നടത്തിക്കൊള്ളാൻ ഒരു വിധി കൊടുത്തു. 45 ദിവസം കണക്കുകൾ കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. അത് 11-ാം തീയതിയാണ്. കറക്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ 15-ാം തീയതി ബോർഡിൻ്റെ കമ്മീഷണർ പ്രൊസീഡിങ്സ് ഇറങ്ങുകയാണ്. 8,22 ലക്ഷം രൂപ MOU പ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അതിലൊരു 3 കോടി ചില്ലറ രൂപ അനുവദിക്കുന്നെന്നും അത് ഊരാളുങ്കലിന് ചെക്ക് പണം അയക്കാനും നിർദ്ദേശിച്ച ഓർഡറിങ്ങുക. അപ്പോൾ എന്താ നമ്മൾ സാധാരണ ജനങ്ങളും പാവപ്പെട്ട ജീവനക്കാരും എന്താണ് ധരിക്കേണ്ടത്? അവർക്ക് വിധിയോടോ വിധിന്യായങ്ങളോടോ ഒരു ബഹുമാനവും ഇല്ല എന്നല്ലാതെ മറ്റൊന്നും കരുതാനില്ല. അപ്പോൾ ഈ ബില്ല് ആദ്യം വന്നപ്പോൾ അവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനുണ്ട്, ശ്യാമെന്നാണ് പറയുന്നത്. 10-20 വർഷം സർവീസുള്ള ആളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൻ്റെ അനുഭവത്തിൽ, അദ്ദേഹം സർവീസിലുള്ളപ്പോൾ എനിക്കറിയാം, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ മറ്റ് തിരിമറികൾ നടത്താത്ത അല്ല കൈക്കൂലി വാങ്ങിക്കാത്ത അപൂർവം ചില ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അയാൾ ആ പിറ്റേന്ന് സ്ഥലം മാറ്റി. അയാളെ ബില്ല് വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഈ 3.5 കോടി രൂപ ഇതെങ്ങനെ, അതൊരു 50-55 ലക്ഷം രൂപ പോരെ? പിറ്റേന്ന് അയാളുടെ ഒരു സ്ഥലം മാറ്റം ഇറങ്ങി. അയാളെ മാവേലിക്കരയ്ക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥനെ. ആ സ്ഥലം മാറ്റത്തിൻ്റെ ഓർഡറിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇയാൾ പ്രവർത്തനത്തിന് യോഗ്യനല്ല എന്നും അടിച്ചു വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയക്കുക ഏതാണ്ടൊക്കെ ചെയ്തിരിക്കുക. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുള്ള സമീപനം. അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർ ഈ പീഡനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നിലനിന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് അത് പറ്റില്ല. കാരണം ഇവർക്ക് ഹയർ ചെയ്യാനും ഫയർ ചെയ്യാനുള്ള പരമാധികാരം ഇരിക്കുക. HRA ആക്ട് അതാണ്. ഈ ആക്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആക്റ്റാണ്. പക്ഷേ ഈ ആക്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും അതുപോലെ അതിൻ്റെ സംവിധാനങ്ങൾക്കും ഇടപെടാൻ അനേകം പഴുതുകളുണ്ട്. 1949 കവനൻ്റ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുമായിട്ട് വെച്ചൊരു എഗ്രിമെൻ്റാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ രൂപം. ആ കവനൻറ്റിൽ
26ഓളം ആർട്ടിക്കിളിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ കവനൻ്റെ ആദ്യം തുടങ്ങുന്ന തന്നെ ദിസ് കവനൻ്റ് എൻറ്റേഡ് ഇൻ ടു ബൈ ദ കൺകറൻസ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റും തിരുവിതാംകൂർ കൊച്ചി മഹാരാജാക്കന്മാരും തമ്മിൽ ഒപ്പുവെച്ചൊരു ഒരു ധാരണാപത്രമാണത്. ആ ധാരണാപത്രത്തിന് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ പ്രളയകാലം വരെയാണ്. അതിന് നിശ്ചിത സമയമൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 തിരുക്കൊച്ചി മന്ത്രിസഭ HRA ആക്ട് പാസ്സാക്കിയത്. അപ്പോഴും ഈ കവനൻറ്റിലൊരു പ്രൊവിഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ലെജിസ്ലേച്ചറിന് ഇതിനകത്ത് നിയമ ഭേദഗതി വരുത്താം, പക്ഷേ വരുത്തുന്ന നിയമങ്ങളെല്ലാം വിത്തിൻ ദ ലിമിറ്റ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ഫ്രെയിം ഓഫ് ദിസ് കവനൻറ്റ്. ഇതിനെതിരായി പലതവണ സംസ്ഥാന ഗവൺമെൻറ്, അത് ഏത് രാഷ്ട്രീയമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, പലതവണ ആ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിൽ കൈ കടത്തിക്കൊണ്ട് പലതവണ ഇതിന് ഈ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അന്നൊന്നും ഭക്തന്മാരോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അതിലിടപെട്ടിട്ടില്ല. ഒന്ന്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അപ്പോയിൻറ്റ് അതോറിറ്റി നിയമിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു, അത് നീക്കം ചെയ്തു. അത് ഈ ആക്റ്റിലെ ഈ കവനൻറ്റിലെ പ്രൊവിഷന് എതിരാണ്. അതുപോലെ ഇവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നിയമനിർമ്മാണത്തിന് അധികാരമുണ്ടായിരുന്നു, അതിനെ ലിമിറ്റ് ചെയ്തു. അതും ഈ നമ്മുടെ ആക്ടിൻ്റെ അല്ലെങ്കിൽ കവനൻറ്റിൻ്റെ സ്പിരിറ്റിനും ആ ഫ്രെയിം വർക്കിനും എതിരാണ്. തീർച്ചയായും ആ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇതിനകത്ത് വളരെ വ്യക്തതയോടുകൂടി ഇടപെടാം. അതുമാത്രമല്ല പറയുന്നത്, ഇൻ ഫ്യൂച്ചർ അതിനകത്ത് ഒരു ആർട്ടിക്കിൾ 14 ഇവർക്ക് അന്ന് 2 രാജാക്കന്മാർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിച്ചു, ബാക്കി പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഈ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഈ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, ഫ്യൂച്ചറിൽ ഉണ്ടായാൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയോഗിക്കുന്ന ഒരു കമ്മിറ്റി അത് പരിഹരിക്കണമെന്നാണ് കവനൻറ്റിൽ ആർട്ടിക്കിൾ 14 പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് ഇടപെടാം. ഇവിടെയുള്ള ഒരു പ്രധാന കാര്യം, HRA ആക്ട് വാസ്തവത്തിൽ അത് മാറ്റണമെന്നൊക്കെ പറയുന്നു. അതുപോലുള്ള വളരെ വളരെ സുതാര്യമായ യാതൊരു ലൂപ്പ് ഹോളുമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു കാലത്തും ഇതിൽ പ്രവേശിക്കാനേ പറ്റില്ല. അത്ര കർക്കശമായ നിയമങ്ങളാണ് ആ 61 സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാലം കൊണ്ട് സൂപ്പർസീഡ് ചെയ്യുന്ന, എന്നുവെച്ചാൽ ഒരു നിയമ പരിരക്ഷയുമില്ലെങ്കിലും ഇതിൻ്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഗവൺമെൻറ്റുകൾ. പലരും അത് അനുസരിക്കുന്നു അല്ലെങ്കിൽ എതിർക്കാൻ പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി വന്ന കെടുകാര്യസ്ഥതയുടെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലുള്ള പ്രവർത്തന മാന്ദ്യത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്, അതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ ഇതുപോലെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകൾ ദേവസ്വങ്ങൾ അതുപോലെ ദേവസ്വം ബോർഡുകൾ കൈയടക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക? ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കും എന്ന വലിയ മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു.